സോ ഗൈസ് iPhone 12 mini നോ പവർ ആയിട്ട് വന്നതാണ്. ചാർജിങ്ങിൽ നോക്കുമ്പോൾ 0.6 മില്ലി ആംപിയറിൽ സ്റ്റക്കാണ്. ഡിവൈസ് നേരെ നമുക്കിനി ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഡിവൈസ് ഓപ്പൺ ആയിട്ടുണ്ട്. ബാറ്ററി ഓൾറെഡി ചേഞ്ചറാണ് കാണിക്കുന്നത്, അതുപോലെ തന്നെ ബൾജായിട്ട് കാണിക്കുന്നുണ്ട്. ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാറ്ററി റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ ഡബിൾ സൈഡ് ടൈപ്പ് യൂസ് ചെയ്ത് ബാറ്ററി ഫിക്സ് ചെയ്തതുകൊണ്ട് തന്നെ കോട്ടിങ് റിമൂവ് ആയിട്ടുണ്ട്. വയർലെസ് ചാർജിൻ്റെ DC നമുക്ക് കണക്ട് ചെയ്തിട്ട് ചെക്ക് DC കണക്ട് ചെയ്യുമ്പോൾ ഡിവൈസിൽ ഷോർട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഡിവൈസിൽ നിന്ന് ബോർഡ് നേരെ റിമൂവ് ചെയ്ത് വെളിയിലെടുത്തിട്ട് DC ഒന്നുകൂടെ കണക്ട് ചെയ്ത് തെർമൽ യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. തെർമലിൽ ചെക്ക് ചെയ്യുമ്പോൾ ഡിവൈസിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഹീറ്റിംഗ് ഉണ്ട്, അതായത് ODICയുടെ ഭാഗമാണ് ഹീറ്റിംഗ് ആയിട്ട് കാണിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ബോർഡ് ലെയർ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കണം. ബോർഡ് ലെയർ സെപ്പറേറ്റ് ചെയ്ത് DC കണക്ട് ചെയ്ത് തെർമൽ യൂസ് ചെയ്ത് നോക്കുമ്പോൾ ODIC ഹീറ്റ് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ ODIC ആണ് ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. ODIC കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഡിവൈസ് നോ പവറിലേക്ക് പോയത്. നമുക്കപ്പോൾ കംപ്ലൈൻ്റ് ആയ ODIC റിമൂവ് ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ട് ബോർഡിലെ കംപ്ലൈൻറ്റ്